അപ്പോൾ ബ്രൊമാൻസ് ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിലെ കോമഡി എല്ലാവർക്കും മറ്റും വർക്കാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഈ ബ്രൊമാൻസിലെ കോമഡി എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്. അതായത് ഈ പണ്ട് തൊട്ടേ ലോകത്തുള്ള ചളി മൊത്തം കേട്ട് വളർന്നവർ, അല്ലെങ്കിൽ നമ്മുടെ ലെജൻസിൻ്റെ കോമഡികളുണ്ടല്ലോ, മോഹൻലാൽ, ജഗതി ചേട്ടൻ, ശ്രീനിവാസൻ ചേട്ടൻ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിദ്ദിഖ്, ജഗദീഷ്, അങ്ങനെയുള്ളവരുടെയൊക്കെ ഈ പഴയകാല കോമഡി സിനിമകളെല്ലാം കണ്ട് ആസ്വദിച്ച് അതിൻ്റെ ഒരു ഹാങ് ഓവറിലിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊരു പക്ഷേ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇതെന്തോന്നടാ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്, അയ്യേ അങ്ങനെ ഫീൽ ചെയ്യും, ഉറപ്പാണ്. എന്നും പറഞ്ഞ് ഈ സിനിമയിലെ കോമഡി ഒന്നിനും കൊള്ളില്ല എന്നൊരു അഭിപ്രായമൊന്നും എനിക്കില്ല കേട്ടോ. ഈ കോമഡി നല്ല രീതിയിൽ ആസ്വദിക്കുന്ന ആളുകളുമുണ്ട്. ഞാൻ ആ തിയേറ്ററിൽ ഇരുന്നപ്പോൾ തന്നെ ചിരിച്ച് സീറ്റിൽ നിന്ന് താഴെ പോകുന്ന പോലെ ചില ആളുകളൊക്കെ ചിരിച്ച് മറിയുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ അത് ഓക്കെയാണ്. ഒരു ജാതി ഒരു ജാതകം കണ്ടവർക്കറിയാം അതിലെ കോമഡി എന്ന് പറഞ്ഞാൽ കുറച്ച് ഓവറായിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ സിനിമയിലും കോമഡി അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് സിനിമ ഉടനീളം കോമഡി അവതരിപ്പിക്കുന്നത് കോമഡിക്ക് വേണ്ടി കോമഡി കാണിക്കുന്നത് പോലെയും അഭിനേതാക്കളെല്ലാം കുറേ ഓവർ എക്സ്പ്രഷൻ ഇടുന്നത് പോലെയും തോന്നി. നമ്മുടെ പഴയകാല സിനിമകളായ ഗോഡ് ഫാദർ, അനിയൻ ബാബ, ചേട്ടൻ ബാവ, വെട്ടം, ഈ സിനിമയുടെയൊക്കെ ക്ലൈമാക്സ് സീനിൽ, അതായത് ഏറ്റവും അവസാനം സ്റ്റണ്ടും ഹ്യൂമറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പരിപാടി നടത്തുമല്ലോ, ആ ഒരു പരിപാടിയാണ് ഇതിൻ്റെ അകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ആ ഉദ്ദേശം നടന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ആസ്വാദന നിലവാരം പോലെ ഇരിക്കും. സിമ്പിളായിട്ട് കാര്യം പറഞ്ഞുതരാം. നല്ല ജീരശാല റൈസ് വെച്ചുണ്ടാക്കിയ തലശ്ശേരി ദം ബിരിയാണി കഴിച്ചിട്ടുള്ള ആളുകളുടെ മുമ്പിലേക്ക് ഇന്ത്യ ഗേറ്റ്സിൻ്റെ 1.5 സെൻറ്റിമീറ്റർ നീളമുള്ള അരി വെച്ചുണ്ടാക്കിയ റൈസും ചിക്കനും കൊണ്ട് വെച്ചിട്ട് ഇതാണ് ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? പക്ഷേ അത് കൊള്ളില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഈ റൈസും ചിക്കനും ബിരിയാണിയാണെന്നുള്ള രീതിയിൽ അവർക്ക് കഴിച്ച് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ.